രണ്ടും തവണയല്ല, എത്ര തവണ പറഞ്ഞാലും ഈ നാട്ടിൽ നാണമില്ലാത്ത ഒരു വിഭാഗമുണ്ട് എങ്കിൽ അത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരും പിന്നെ അതിന്റെ പിന്താങ്ങിക്കൊണ്ട് ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുറേ എണ്ണമുണ്ട്. യുവമാർക്ക് ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ അത് അമൃതാണ്. ട്രംപിന്റെ ഛർദില് അമൃതാണെന്ന് കരുതി വാരിത്തിന്നാൻ നിൽക്കുന്ന രാഹുൽ ഗാന്ധി അതിനെ പിന്താങ്ങുന്ന കുറെ എണ്ണവും നമ്മുടെ ഈ നാട്ടിലുണ്ട്. ട്രംപ് വെളുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും ട്രംപിന്റെ അമേധ്യം അമൃതാണെന്ന് ഇവിടെ പല കോൺഗ്രസ്സുകാർക്കും തോന്നുന്നത്. എന്തെല്ലാമാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കോൺഗ്രസ് എന്ന ഈ വൃത്തികെട്ട പാർട്ടി പാർലമെന്റിൽ കാണിച്ചു കൂട്ടിയത്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി, അറ്റ്ലീസ്റ്റ് ഒരു പ്രതിപക്ഷ നേതാവ്, നമ്മൾ പറയുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഹീസ് ദ ലീഡർ ഓഫ് ഓപ്പോസിഷൻ. അത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയും അധം പതിച്ചു പോകുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും മോശമായിട്ടുള്ള, ഒരു കഴിവുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത, അതിഹീനമായ ചിന്തയും ദുഷ്ടബുദ്ധിയുമുള്ള ഒരൊറ്റ രാജ്യത്തിന്റെ ശത്രുവായി ഭരിക്കുന്ന ഒരാളെ ഉള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. ചാനലുകളിൽ വന്നില്ല, എന്നാൽ നാഷണൽ മീഡിയയിൽ ചിലതും സോഷ്യൽ മീഡിയയിലെ ചില ആൾക്കാരും ഉൾപ്പെടെ പലരും പറഞ്ഞു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പാർലമെന്റിൽ സ്ത്രീകളെ കൊണ്ട് തടഞ്ഞ് അവിടെ ഒരു ഉന്തും തള്ളും ഉണ്ടാക്കി മോദി സ്ത്രീകളെ ആക്രമിച്ചു എന്ന പേരിൽ ഒരു ന്യൂസ് സൃഷ്ടിച്ച് ലോകത്തിലുള്ള സകല ഇന്റർനാഷണൽ മീഡിയ മെഗ്ലോമാനിയാക്സിനും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട, അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി. ഞാൻ നന്ദി പറയുന്നു കോൺഗ്രസിലെ ആ വനിതാ എംപിമാരോട്, വളരെ വളരെ നന്ദി. ഇത്രയും ഹീനമായ ഒരു പദ്ധതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നടത്താൻ പോയപ്പോൾ അത് മുൻകൂട്ടി നിങ്ങൾക്ക് ചെയറിനെ അറിയിക്കാൻ കഴിഞ്ഞതിൽ, അതിന് സംയോജിതമായി സ്പീക്കർക്ക് ഇടപെടാൻ കഴിഞ്ഞതിൽ, ഇല്ലായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കളങ്കിതമായ, ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നമ്മൾ തലകുനിക്കേണ്ട ഒരു ഗതികേടിൽ കോൺഗ്രസ് കൊണ്ട് എത്തിക്കുമായിരുന്നു. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്? ഒന്ന്, ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ ആദ്യം അറിയണം. നിങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം. കാരണം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് വരെ ഇന്ത്യയിലെ 48% ജനങ്ങൾക്ക് കക്കൂസ് ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. വനങ്ങളിലും തെരുവോരങ്ങളിലും റെയിൽവേ ട്രാക്കുകളിലും മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരുന്നതിനെ നമ്മൾ കളിയാക്കണോ, അതോ അത്രയും കാലം നാട് ഭരിച്ചിരുന്നവരെ പഴിക്കണോ, അതോ അവരെയാണോ നമ്മൾ കുറ്റം പറയേണ്ടത്? അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരൊക്കെ കക്കൂസ് ഇല്ലാതെ റെയിൽവേ ട്രാക്കുകളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന അത്രയും നാണം കെട്ടവരാണ് എന്ന് ഇവിടെ നമ്മൾ കുറച്ചു പേർക്ക് കുറച്ചു കാലം മുമ്പ് കുറച്ച് കക്കൂസ് കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കളിയാക്കണം? അപ്പോൾ ഈ കേരളത്തിലെ ഓരോ കോൺഗ്രസ്സുകാരും ഉത്തരേന്ത്യയിൽ നോക്കി അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാന്നും അവർക്ക് കക്കൂസ് ഇല്ലാന്നും മോദി അവർക്ക് കക്കൂസ് പണിയാനാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ എന്നെ പോലൊരു സാധാരണ ആൾ ചിന്തിക്കുന്നത് എന്താ? കഴിഞ്ഞ 10-65 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് മോദി വന്നാണോ അവർക്ക് കക്കൂസ് നിർമ്മിച്ച് നൽകേണ്ടത്, അല്ലെങ്കിൽ ഇനി മോദിയാണോ അവർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത്? കേരളത്തിലെ മാധ്യമ പ്രവർത്തകൻ, റിപ്പോർട്ടർ ചാനലിന്റെ അരുൺ കുമാർ, പിന്നെ അയാളുടെ കുറെ ആജ്ഞാനുവർത്തികളും ചാനലിൽ ഇരുന്നു കൊണ്ട് മിക്കപ്പോഴും അവർ നടത്തുന്ന പ്രസ്ഥാനങ്ങൾ മോദി ജനങ്ങളുടെ മുന്നിൽ തൊലിയുരിഞ്ഞു നിൽക്കുകയാണ്, തുണി ഉടുക്കാതെ നിൽക്കുകയാണെന്നൊക്കെ നീ പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? നീയൊക്കെ ആരാണ് നിങ്ങളുടെയൊക്കെ വിചാരം? കുറെ പാവങ്ങളെ, അക്ഷരാഭ്യാസം ഇല്ലാത്ത കുറെ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവരുടെയൊക്കെ പറമ്പിൽ നിന്ന് മരം മുറിച്ച് വിറ്റ് അതിൽ നിന്ന് കോടികൾ കക്കാൻ പോയ ഒരു കള്ളന്മാരുടെ, ഒരു മരമുറി കൊള്ളക്കാരുടെ ചാനലിൽ ഇരുന്നുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വൃത്തിയാക്കാൻ വരുന്നു നീയൊക്കെ. നീ എന്താ ഈ പറയുന്നത്? ഇപ്പോൾ നിക്കോളാസ് മഡൂറോയെ ആ രാജ്യത്ത് പോയി പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ നിക്കോളാസ് മഡൂറോയുടെ വെനിസ്വലയിൽ നിന്ന് എണ്ണ അമേരിക്കയ്ക്ക് കൊടുക്കുന്നു. ആ അമേരിക്കയിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങുന്നു. അഥവാ വെനിസ്വലയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങാം എന്ന് ട്രംപ് പറയുന്നു. വെനിസ്വലയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട എന്ന് ട്രംപ് പറഞ്ഞു, നമ്മൾ അനുസരിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട എന്ന് പറഞ്ഞു, നമ്മൾ അനുസരിച്ചു. ഇനി 6 വർഷത്തിന് ശേഷം വെനിസ്വലയിൽ നിന്ന് എണ്ണ വാങ്ങാം എന്ന് പറയുന്നു, അപ്പോഴും നമ്മൾ അനുസരിക്കുന്നു. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഈ രാജ്യത്തിന്റെ പരമാധികാരം, സോവറിറ്റി. നമ്മൾ എങ്ങനെയാണ് മറ്റൊരു രാജ്യത്ത്? നാണമില്ലടോ എനിക്ക്, നാണം എന്ന് പറയുന്ന സാധനം. ഇപ്പോഴല്ലേ, ഇന്നലത്തെ ന്യൂസിലല്ലേ അമേരിക്കൻ വൈറ്റ് ഹൗസ് ആ നൽകിയ പ്രസ്താവനകളെല്ലാം തിരുത്തിയത്? പയറുവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ തിരുത്തൽ വരുത്തിയില്ലേ? ഇന്ത്യ ചെയ്യും, ഇന്ത്യയോട് ഞങ്ങൾ പറഞ്ഞു, ഇന്ത്യ ചെയ്യാമെന്ന് സമ്മതിച്ചു എന്ന വാക്കുകളെല്ലാം മാറ്റി താല്പര്യപ്പെടുന്നു, ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള വാക്കുകളിലെല്ലാം ചേർത്ത് നമ്മുടെ മുന്നിൽ അവർ നിങ്ങൾ ചെയ്യണമേ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് ആ വാക്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്ന സത്യവും നിലനിൽക്കുമ്പോൾ നിനക്കെന്ന് നാണമില്ല ഇങ്ങനെ ഇരുന്ന് പറയാൻ? ഈ പറഞ്ഞതിനെ ഒരു ഇഞ്ചെങ്കിലും തിരുത്തി പറയാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ സത്യസന്ധമായ ഒരു ന്യൂസ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ? നിങ്ങളുടെ ഉള്ളിലെ രാഷ്ട്രീയ ജീർണത, തോറ്റുപോയവന്റെ അങ്കലാപ്പ്, ജനങ്ങൾക്ക് വേണ്ടാത്തവന്റെ അങ്കലാപ്പ്, അതാണ് നിങ്ങളുടെ ചാനൽ കാണിക്കുന്നത്. നിങ്ങളുടെ ചാനൽ ഈ നാട്ടിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള സകല പോക്കൃത്തരങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് ഞങ്ങൾ എല്ലാവരും.
അത് ശിരൂരിൽ നടന്ന മണ്ണിടിച്ചിലിൽ പോലും രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ തെറ്റിക്കാനും അവിടുത്തെ ജനങ്ങളെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്താനും വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയ റിപ്പോർട്ടിംഗ്. അന്ന് ജനങ്ങളുടെ കയ്യിൽ നിങ്ങളെ കിട്ടിയിരുന്നെങ്കിൽ അവിടെ ഉള്ളവന്മാർ നിങ്ങളെ ശരിക്കും തല്ലിയാണ്. അന്ന് നിങ്ങൾ റിപ്പോർട്ടറിലല്ല 24-ലായിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെ ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തി പാർലമെന്റിൽ നടക്കാൻ പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വാർത്തകളും പുറത്തു വന്നിട്ടും നിങ്ങൾ അത് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്നു പ്രധാനമന്ത്രി സംസാരിക്കുന്നില്ല. ജനാധിപത്യമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്, അല്ലാതെ കോൺഗ്രസിന്റെ തന്തയില്ലായ്മയല്ല. പ്രധാനമന്ത്രി സംസാരിക്കാൻ വന്നാൽ പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കണം. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കേൾക്കണം. ആ ഉത്തരങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നു. ഈ കോമാളിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കിടന്നുള്ള ചാട്ട മുഴുവൻ കാണിക്കുന്നത്? നരേന്ദ്രമോദി പറഞ്ഞ പോലെ ലോക് ദേഖ് രഹാ ഹൈ, ലോകം കാണുന്നുണ്ട്, ഇതെല്ലാം ലോകം കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. റിപ്പോർട്ടറിന്റെ ന്യൂസ് ചാനൽ സർക്കിളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നതല്ല ലോകത്തിൽ നടക്കുന്നത്. ഏതോ രാജാവിന്റെ മോനാണെന്ന് കരുതി എന്തോ പ്രധാനമന്ത്രി പദം ഇവന്റെയൊക്കെ കുടുംബത്തിന് ആ ജനങ്ങൾ അനുവദിച്ചു കൊടുത്ത മാതിരി രാജപരമ്പരയാണെങ്കിൽ തന്തയും തന്തയുടെ മക്കളും ഒക്കെ തുടർച്ചയായി ഭരിച്ചു വരാൻ ഈ രാജ്യം രാഹുൽ ഗാന്ധിക്കോ അവന്റെ തന്തയ്ക്കോ തീരെഴുതി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ട്രംപിന്റെ ന്യൂസ് പുറത്തു വന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതില്? ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ചുള്ള വിശദീകരണം തിരുത്തി വൈറ്റ് ഹൌസ്. പയർവർഗ്ഗം ഇന്ത്യ തീരുവ ഇല്ലാതെ ഇറക്കുമതി ചെയ്യുമെന്ന പരാമർശം ഒഴിവാക്കി. 50,000 കോടി ഡോളറിന്റെ ഇറക്കുമതിക്ക് ഇന്ത്യ ഉറപ്പ് നൽകി എന്നത് മാറ്റി ഇന്ത്യ ഇത് താൽപര്യപ്പെടുന്നു എന്നാക്കി തിരുത്തി. നടപടി സംയുക്ത പ്രസ്താവനയിൽ ഇല്ലാത്തത് വൈറ്റ് ഹൌസ് കുറിപ്പിൽ വന്നത് വിവാദമായതിന് പിന്നാലെയാണ്. പ്രശാന്ത് രഘുവംശം വിശദ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ചില തിരുത്തുകളൊക്കെ വരുത്തുന്നു അമേരിക്ക. എന്തൊക്കെയാണ് ആ തിരുത്തുകൾ? മരം കൊള്ള കേസ് ഇന്ന് നിലനിൽക്കുന്ന ഈ ചാനൽ യുവന്മാരെ ലോക കള്ളന്മാരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി എന്നൊരു തോന്നൽ ഇവർക്കുണ്ട്. ആ തോന്നൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ സകല രാഷ്ട്രീയക്കാരുടെ പുറത്തും ചാടി കയറിയിട്ട് എന്തൊക്കെയോ തന്തയില്ലാത്തവരാണ് വിളിച്ചു പറയുന്നത്. അതിന്റെ കൂടെ ഇവരൊരു പ്രൊമോ വീഡിയോ പുറത്തിറക്കി. എല്ലാ രാഷ്ട്രീയക്കാരും റിപ്പോർട്ടർ ചാനലിനെ പേടിക്കുന്നു, എല്ലാ രാഷ്ട്രീയക്കാരും റിപ്പോർട്ടർ ചാനലിനെ എതിർത്ത് സംസാരിക്കുന്നു, റിപ്പോർട്ടർ ചോദിക്കാൻ വന്നാൽ ഉടനെ റിപ്പോർട്ടർ ചാനലിന്റെ മേൽ പാഞ്ഞു കയറുന്ന രാഷ്ട്രീയക്കാർ. അതെ, ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവുമില്ല, ഞങ്ങൾ എല്ലാവരെയും നിശിതമായി വിമർശിക്കും എന്നൊരു ടാഗ് ലൈൻ ഉണ്ടാക്കാൻ നോക്കിയെങ്കിൽ റിപ്പോർട്ടർ ചാനലുള്ളവന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ലൗഡ് സ്പീക്കറിലാണ് എങ്കിൽ ഫോൺ ഒന്ന് സൗണ്ട് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ആണെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ന്യൂസുകൾ വളച്ചൊടിക്കുകയും ഇതുപോലെ ജനങ്ങളുടെ മുന്നിൽ കിടന്ന് ഈ നാറിയ പണി കെടുക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. കാരണം ഈ റിപ്പോർട്ടർ ചാനലിന്റെ ആൾക്കാർ വരുമ്പോൾ രാഷ്ട്രീയക്കാരെ തട്ടി മാറ്റുന്നു, അവർ കയർത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. തീട്ടം കാണുമ്പോൾ മനുഷ്യൻ അറപ്പ് തോന്നും. അത് തീട്ടത്തിന്റെ മാഹാത്മ്യം കണ്ടിട്ടല്ല, അത് അതിനോട് അറപ്പാണ്, അത് വിസർജ്യമാണെന്ന് കണ്ടിട്ടാണ്. അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുത്ത് തലേ ചൂടാൻ നിൽക്കേണ്ട നിങ്ങളാരും. മനസ്സിലായില്ലേ? അതിന് നിൽക്കണ്ട. അത്രയും അറപ്പും നാട്ടിൽ വിദ്വേഷവും മാത്രമേ നിങ്ങൾ നടത്തുന്നുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എന്താ പറഞ്ഞത്? അമേരിക്ക പറഞ്ഞു നമ്മൾ അനുസരിക്കുന്നു, അമേരിക്ക പറഞ്ഞു നമ്മൾ അനുസരിക്കുന്നു. ട്രംപ് അറിയേണ്ട വല്ലവനുമാണോ? ട്രംപ് അവിടെ കിടന്ന് പറഞ്ഞു നേരത്തെ താൻ ഒരു തവണയെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്തെങ്കിലും റിപ്പോർട്ട് എന്തെങ്കിലും ഇന്ത്യ എന്ന ഇറക്കുമതി റഷ്യയിൽ നിന്ന് നിർത്തിയതായിട്ട് യാതൊരു ന്യൂസും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഇന്ത്യയും റഷ്യയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് റഷ്യൻ പ്രതിനിധി പറഞ്ഞിട്ടും നിങ്ങൾക്കത് കേൾക്കാൻ വയ്യ. ഇതൊന്നും കൂടാതെ ഇന്ത്യയും റഷ്യയും തമ്മിൽ ആയുധ കരാറിൽ വീണ്ടും ഒപ്പുവെച്ചിരിക്കുന്നു. അതും വളരെ ഭീമമായ ഒരു ഡീലിംഗ്. അതും നിങ്ങൾക്ക് വയ്യ. ഇപ്പൊ വൈറ്റ് ഹൗസ് തങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളിലും തിരുത്തുകൾ വരുത്തിയിരിക്കുന്നു. ഇപ്പൊ താനൊക്കെ എന്ത് പറയുന്നു? നിങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി നിങ്ങൾ പറയോ? ഇല്ലല്ലോ. അതാണ് പറഞ്ഞത്. മലം കണ്ടാൽ ആൾക്കാർ അറപ്പോടെ മാറി നടക്കും. അത് മലത്തിന്റെ ക്രെഡിറ്റ് ആയിട്ട് മലം കണ്ടാൽ അതിലൂടെ ആർക്കൊന്നും പറയാൻ പറ്റില്ല. എന്താണ് ഈ പൊട്ടനാണോ നിങ്ങൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി? ഇയാൾ എന്താണ് പാർലമെന്റിൽ പറയുന്നത്? ബഡ്ജറ്റ് സമ്മേളനത്തെ കുറിച്ച് സംസാരിക്കുമെന്ന ഇയാൾ പറയുന്നത് ഗുസ്തിയോ? ഗുസ്തിയുടെ ഇടയിൽ ആൾക്കാർ പരസ്പരം തമ്മിൽ കെട്ടിപ്പിടിക്കും, അവർക്കിടയിൽ ഗ്രിപ്പ് വേണം, ഗ്രിപ്പ് നഷ്ടപ്പെട്ടാൽ ചോക്ക് വരും, ചോക്കിൽ നമുക്ക് ശ്വാസം മുട്ടിയാൽ മേശയിൽ അടിക്കണം. അതുപോലെയാണ് നമ്മളെന്ന്. വല്ലതും പറയാനുണ്ടെങ്കിൽ നേരെ സംസാരിക്കാൻ അറിയുന്നവനായിരിക്കണം. ഈ മൊണ്ണയെ എന്തോ ഭയങ്കര പൊന്നുംകട്ടയാണെന്ന് പറഞ്ഞ് പൊക്കി പിടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, മലത്തിന്റെ ഉദാഹരണം, അത് ഓർമ്മ വരണം നിങ്ങൾക്ക്. അത്രയും അറപ്പോടെ അവജ്ഞയോടെയാണ് കാണുന്നത്. ഇന്ത്യൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ വഴിയെ പോകുന്ന ഒരു ബഫൂൺ വന്ന് കയറിയിട്ട് നമുക്ക് ഒന്നിച്ചുണ്ടാക്കാം, ഇവൻ ആരെങ്കിലും വിളിച്ചു അങ്ങോട്ട്. ഇവൻ ജനറൽ നരവനയുടെ പുസ്തകം എടുത്താൽ പുസ്തകം ബ്ലാങ്ക് ആണ്, മറച്ചുകൊണ്ട് കിടക്കുന്നത്, അതിൻ്റെ അകത്ത് ഒന്നുമില്ല. എന്നിട്ടും അതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്ത്യയുടെ നിയമങ്ങൾ, ഇന്ത്യൻ പാർലമെന്റിൽ പാലിക്കേണ്ട നിയമങ്ങൾ. ഡോണ്ട് യു നോ ദ ഡെക്കോറം? നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും നമുക്ക് എല്ലായിടത്തും എല്ലാ സ്വാതന്ത്ര്യവും ഇല്ല. നമ്മൾ ചില സ്ഥലത്ത് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. താങ്കൾ എന്താ ഒരു ഇന്നർ ബനിയനും ട്രൗസറും ഇട്ടുകൊണ്ട് ചാനലിൽ വന്നിരുന്ന് മാധ്യമ പ്രവർത്തനം നടത്താത്തത്? ഒരു ഡെക്കോറം നിങ്ങൾ കീപ്പ് ചെയ്യുന്നില്ലേ? ഒരു മര്യാദ നിങ്ങൾ കീപ്പ് ചെയ്യുന്നില്ലേ? വാർത്തയിലില്ലെങ്കിലും, സംസാരത്തിലും സ്വഭാവത്തിലും വാർത്തയിലും ഇല്ലെങ്കിലും നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ നിങ്ങളൊരു മര്യാദ പാലിക്കുന്നില്ലേ? അതുപോലെ പാർലമെന്റിലാണെങ്കിലും ചില ഡെക്കോറങ്ങളൊക്കെ ഉണ്ട്, ചില മര്യാദകളൊക്കെ ഉണ്ട്. ഇവന്റെ വിചാരം ഇവൻ തമ്പുരാനാണെന്ന്.
ഈ തമ്പുരാൻ മെന്റാലിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ആരപ്പനെയും വിളിക്കാം. ഇത്തരം മലങ്ങളെ കാണുമ്പോൾ മനുഷ്യൻ മാറി നടക്കും. അതാണ് അശ്വിനി വൈഷ്ണവ് ഇവിടെ ചെയ്തത്. അപ്പൊ ഇദ്ദേഹം അവിടുന്ന് മാറിപ്പോയപ്പോ രാഹുൽ ഗാന്ധി മല മറിക്കുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ 4 ചോദ്യം ചോദിച്ചപ്പോ അണ്ണന്റെ मैं 3 चीजें बोलना चाहता हूँ. पहली चीज बोलने नहीं दे रहे. അവന്റെ വായിൽ പഴ, ഒന്നും മിണ്ടാൻ വയ്യ. ഇപ്പോൾ ട്രംപ് എല്ലാം തിരുത്തി. അപ്പോൾ നിങ്ങൾ പാർലമെന്റിൽ പറഞ്ഞതെല്ലാം വെറുതെ ആയില്ലെന്ന് ചോദിച്ചപ്പോൾ അണ്ണന്റെ ഡയലോഗ് ഇതാണ്: നിങ്ങൾ മാധ്യമങ്ങൾ ഒന്നിച്ച് നിൽക്കണ്ടേ? നിങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെയാണോ? നിങ്ങൾ മാധ്യമങ്ങൾ മോദിയുടെ കൂടെ നിൽക്കരുത്, നിങ്ങൾ ഇവന്റെ കൂടെ നിൽക്കാനോ? ഇതൊക്കെ ഇയാൾ നടത്തുന്ന വിദേശ സഞ്ചാരങ്ങളാണ്. ഏതോ ബാറിൽ പോയിരിക്കുകയാണ്. ഈ കാണുന്നത് ഇയാള് സൗത്ത് അമേരിക്കയിൽ പോയതാണ്, കൊളംബിയയിൽ. എന്തിനാ പോകുന്നത്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ പോലും നിൽക്കാതെ ലോകത്തിന്റെ മയക്കുമരുന്ന് കേന്ദ്രങ്ങളിലോട്ടൊക്കെ എന്തിനാണ് യാത്ര ചെയ്യുന്നത്? പലതവണ പാർലമെന്റിൽ ചോദിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നേതാവിടെ വിയറ്റ്നാമിൽ പോയോ, അതോ കംബോഡിയയിൽ പോയോ, അതോ പട്ടായയിലേക്ക് പോയോ എന്നൊക്കെ പലതവണ BJP-കാർ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യൻ ജനങ്ങൾക്ക് മുന്നിൽ തുണിയില്ലാതെ നിൽക്കുന്ന ഒരു സംഘടനയാണ് നിലവിൽ കോൺഗ്രസ്. ഒന്നിനും കൊള്ളാതെ നിങ്ങൾ നിൽക്കുകയാണ്. അത് നിങ്ങൾ കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലാകുന്നില്ല. അതിനെ പിന്താങ്ങുന്ന നിങ്ങൾ മാധ്യമങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. കാര്യം ഈ രാജ്യത്തിലെ ജനങ്ങൾ നിങ്ങൾ എഴുതി വിടുന്ന നരേഷൻ അനുസരിച്ചിട്ടല്ല നിൽക്കുന്നത്. ഇൻഡോ അമേരിക്ക കരാറും സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ഔദ്യോഗിക വൃത്തങ്ങളും പ്രതികരിക്കാതിരുന്നപ്പോഴേ ഞാൻ കരുതി ഇതിൽ നിങ്ങൾ പടച്ചുവിടുന്ന നുണകളാണ് ഇപ്പോൾ ഫീൽഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇങ്ങനെ ഒന്നും മോദി ഒരുത്തന്റെ മുന്നിലും തലകുനിക്കില്ല എന്നും മോദി ഈ രാജ്യത്തിനെ ഒരു തരത്തിലും താഴാൻ സമ്മതിക്കില്ലാത്തെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ട്രംപ് ഇൻഡോ അമേരിക്കൻ കരാറിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മോദി ട്വിറ്ററിൽ എഴുതിയത് വളരെ നന്ദി ട്രംപ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുതിയത് മുഴുവൻ നിങ്ങളുടെ ലോക സമാധാനത്തിനുള്ള ശ്രമങ്ങൾക്ക് എന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടെന്ന്. ട്രംപ് ചെയ്യുന്ന സമാധാന പ്രവർത്തനങ്ങൾ നമുക്കറിയാലോ. വെനസ്വേലയിൽ നമ്മൾ കണ്ടതാണ്, ഇറാനിൽ നമ്മൾ കണ്ടതാണ്, അങ്ങനെ പല രാജ്യത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ ആക്കി വർത്താനം പറഞ്ഞിട്ട് പോലും അതുപോലും മനസ്സിലാകാത്ത നമ്മുടെ മാധ്യമങ്ങൾ. അത് കഴിഞ്ഞ് അയാൾ താഴേക്ക് വന്നു. ട്രംപും ഇവിടെയുള്ള കോൺഗ്രസും അതിന്റെ കൂടെ നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലെ സകല അണ്ടനും അടവോടനും ചെമ്മാനും ചെരുപ്പ് കുത്തിയും ഇൻക്ലൂഡിങ് ഇവിടുത്തെ ഈ ഊള മാധ്യമങ്ങളും എല്ലാ എണ്ണവും വിചാരിച്ചിട്ടും മോദി തലയെടുപ്പോടെ നിൽക്കുന്നതിന്റെ അസൂയാണ് നിങ്ങൾക്ക്. അത് സഹിക്കാൻ വയ്യ. നിങ്ങളെടുത്ത് പൊക്കിയിരിക്കുന്നത് ഒരു മൊണ്ണയെ. സത്യത്തിൽ ഇവിടെ തുണി ഉരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങളാണ്. നിങ്ങൾ പൊതുജനത്തിന് മുന്നിൽ നഗ്നരാണ്. പൊതുജനത്തിന് കാര്യങ്ങൾ അറിയാൻ ഇവിടെ ഒരുപാട് വഴികളുണ്ട്. മാത്രമല്ല, ഇന്റർനാഷണൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാൻ ആമ്പിള്ളാരിപ്പുണ്ട്. ചൈന ഇന്ത്യയുടെ ഭാഗങ്ങൾ തോണ്ടിക്കൊണ്ട് പോയതൊക്കെ എപ്പോഴാണെന്ന് അറിയാവുന്ന കോമൺ സെൻസ് ഉള്ള ജനങ്ങൾ ഈ നാട്ടിലുണ്ട്. അതിന് രാഹുലിന്റെ അപ്പൂപ്പന്റെ സംഭാവന എന്തായിരുന്നു എന്നും ജനങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഈ ജെന്റിൽമാൻ പാസ് മേടിച്ച് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായവന്റെ തലച്ചോറിൽ എന്നാ ബുദ്ധി ഇരിക്കാന്? വല്ലവന് ഉപദേശിച്ചു കൊടുത്താലല്ലേ മനസ്സിലാവുള്ളൂ. സ്വന്തമായി ചിന്തിക്കാനും രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള ബുദ്ധിമാർക്കാർക്കും ഇല്ലല്ലോ. ഇത്രയും ഊളത്തരങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് രാഹുൽ ഗാന്ധി കുറെ ചാനൽ വാലാട്ടികളും ഇപ്പോഴും ഞെളിഞ്ഞു നടക്കുകയാണ്. മോദി പോരാ, രാഹുലാണ് നല്ലത്. നേരത്തെ പറഞ്ഞ മലത്തിന്റെ ഉദാഹരണം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഈ രണ്ടുപേരും മറന്നുകൊണ്ട. ജയ് ഹിന്ദ്.